ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പീപ്പിൾസ് വേഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു സ്പെഷ്യൽ അടയാണ്. അട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗോതമ്പ് അട കഴിച്ചിട്ടുണ്ട്, രാഗി അട കഴിച്ചിട്ടുണ്ട്, പിന്നെ അരിയുടെ അട കഴിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള അട കഴിച്ചിട്ടുണ്ട്. ഇത് അവില് കൊണ്ടുള്ളൊരു അടയാണ്, ഭയങ്കര ടേസ്റ്റുള്ള അടയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്ക്. സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി അടയാണിത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലൊക്കെ ആണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന്. ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പം അവില് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കിലോ അവിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ എനിക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. നാളികേരം, അരമുറി നാളികേരം ചിരകിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഏലക്കപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വാഴൻ്റെ ഇല. ഇത്ര സാധനങ്ങളാണ് നമ്മുടെ ഈ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആവശ്യമുള്ള സാധനങ്ങൾ. ഇതെല്ലാവരും ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. നിങ്ങൾ എത്ര എടുക്കണം അതിനനുസരിച്ച് മധുരവും പഴത്തിൻ്റെ അളവ് കൂട്ടും കുറയ്ക്കും ഒക്കെ ചെയ്യാട്ടോ. പിന്നെ ഞാൻ കുറച്ച് എടുത്തിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അവിലെടുത്തിട്ട് വർക്ക് ഇതൊന്നും ചെയ്യേണ്ട, നമുക്ക് പൊടിച്ചെടുത്ത് വയ്ക്കുക. കുറച്ച് മുഴുവനായിട്ട് തന്നെ നമ്മൾ എങ്ങനെയാണ് അവിലുള്ളത് അതുപോലെ തന്നെ കുറച്ചെടുക്കുക. അങ്ങനെ രണ്ടും കൂടി തരത്തിലാണ് മിക്സ് ചെയ്യുന്നത്. ആദ്യം പൊടിച്ച് വെച്ച അവിലേക്ക് നമ്മൾ മറ്റേ അവിലില്ലേ, പൊടിക്കാത്ത അവിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ശർക്കരയും പഴവും ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് മധുരം എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് ശർക്കര ചേർത്തോളൂ കേട്ടോ. പിന്നെ പഴം ഞാനൊരു 10-12 പഴം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു സ്പൂണോളം നമ്മുടെ ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ചുക്കുപൊടിയൊക്കെ ഇഷ്ടമാണെങ്കിൽ ചുക്കുപൊടിയൊക്കെ ചേർക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. ചുക്കുപൊടിയൊന്നും ചേർത്തില്ല, ഏലക്കപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ തേങ്ങ ചിരകി വെച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി തേങ്ങ നിങ്ങൾക്ക് കൂടുതൽ തേങ്ങ കടിക്കാൻ ഇഷ്ടമാണെങ്കിൽ തേങ്ങ അങ്ങനെ 1 മുറി തേങ്ങയൊക്കെ ചേർക്കട്ടോ, കുഴപ്പമില്ല. ടേസ്റ്റ് കൂടുമെന്നുള്ളൂ, കുറയില്ല. അത്ര സാധനങ്ങൾ എടുത്തിട്ട് ഞാൻ പാത്രത്തിലിട്ടിട്ട് കുഴയ്ക്കുകയാണ്. നമ്മൾ വെള്ളം ചേർക്കി ഒന്നും ചെയ്യരുത്. ചീകിയിട്ടുള്ള ശർക്കര തന്നെയാണ് നല്ലത് കേട്ടോ. നമ്മൾ ഈ പഴത്തിലുള്ളതും അതുപോലെ തന്നെ തേങ്ങയിലുള്ള വെള്ളവും ഒക്കെ കൂടിയിട്ട് നമ്മൾ കുഴച്ച് വരുമ്പോൾ അത് നമ്മളുടെ പാകത്തിനനുസരിച്ച് കിട്ടും. വെള്ളം ഒന്നും ചേർക്കേണ്ട ഒരു ആവശ്യം വരില്ല. അപ്പോൾ ശർക്കര പാവ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ചീകിയിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി പഴങ്ങൾ ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ അങ്ങനെയൊക്കെ എടുക്കും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ, ചെറിയ പീസുകളായിട്ടൊക്കെ എടുക്കണം, ഉടയാണ്ട് അത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ വേവിക്കുമ്പോൾ നന്നായിട്ട് അതിൽ അലിഞ്ഞ് ചേർന്നോളും. അങ്ങനെ ഇതുപോലൊരു ഉണ്ട പിടിക്കാൻ പാകത്തിലായിട്ട് നമുക്ക് കിട്ടും. അതാണ് നമ്മളുടെ പാകം. അപ്പോൾ ഒരു ഇല എടുത്തിട്ട് അതിലേക്ക് ഒരു കുഞ്ഞൊരു ഉരുള വെക്കുക. നമ്മളുടെ ഇല എത്രത്തോളം ഇവിടെ കുഞ്ഞ ഇലകളാണ് കിട്ടുക, അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഇല എടുത്തിട്ടുള്ളത്. കുഞ്ഞൊരു ഉരുള വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും 4 സ്ഥലത്തേക്ക് മടക്കി വെച്ചിട്ട് നമ്മൾ ഇഡ്ഡലി ചെമ്പിലോ ആവി വെക്കണ തട്ടിലോ എങ്ങനെയാലും വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഇലയെടുത്ത് അതുപോലെ ചെറിയ ഉരുളകളാക്കി പരത്തി കുഞ്ഞതായിട്ട് നമ്മൾ ഉരുളുണ്ടാക്കിയിട്ട് ഒന്നുണ്ട് അമർത്തി കൊടുത്ത് പരത്തിയ പോലെ ആക്കിയിട്ട് അത് 4 ഭാഗത്തിൽ കൂടി മടക്കി എടുത്തിട്ട് നമ്മൾ അടുപ്പിൽ വെക്കുക, അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിൽ വെക്കുക, എങ്ങനെയായാലും കുഴപ്പമില്ല. നമ്മൾ സ്റ്റീം ചെയ്യുന്ന പാത്രമല്ലേ തട്ട്, അതിലായാലും എങ്ങനെയായാലും വെച്ചാൽ. അപ്പോൾ ഞാൻ എൻ്റെ ഇതൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ അടകളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റീം ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 10-45 മിനിറ്റ് ഞാൻ സ്റ്റീം ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ അടയൊക്കെ നല്ല ചുടാന്നിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനി ഇതും ചൂടാറിയതിന് ശേഷം ഞാൻ ഈ പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കുഞ്ഞ് റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അടയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.